വചനധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 24-ാമത്തെ വാക്യം, 24-ഉം 25-ഉം. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ചയിലെ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ ഞാൻ പറഞ്ഞ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ വിഷയം ഇതാണ്: ആത്മീകമായ ഫിറ്റ്നസ്, സ്പിരിച്വൽ ഫിറ്റ്നസ്. ആത്മീകമായി സുരക്ഷിതരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു കാലഘട്ടം മനുഷ്യൻ അവൻ്റെ ഭൗതികമായ ഫിറ്റ്നസ്സിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും പണം ഉപയോഗിക്കുകയും ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ വളരെയേറെ ഫിറ്റായിരിക്കേണ്ടതുമായ ഒരു കാലഘട്ടവും കൂടെയാണ്. എന്നാൽ ദൈവമക്കളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, നമ്മൾ ശരീരത്തിൽ ഫിറ്റായിരിക്കുന്നതിനേക്കാൾ പ്രധാനം ആത്മീക ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളതാണ്. നമ്മൾ ധരിക്കുന്ന പല പ്രകൃതങ്ങളും, നമ്മൾ കണ്ടു വളർന്ന ആത്മീകമെന്ന ധാരണയിൽ പ്രകടമാക്കുന്ന പല പ്രവർത്തനങ്ങളും ആത്മീകമായ ഒരു ഫിറ്റ്നസ്സിനെ കാണിക്കുന്നതാണെന്ന് കരുതരുത്. അത് പലപ്പോഴും മതാചാരങ്ങളുടെ ഭാഗമായി ക്രിസ്ത്യാനിത്വത്തിൽ കടന്നുകൂടിയ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചില പ്രകടനങ്ങൾ മാത്രമാണ്. ഈ പ്രകടനങ്ങൾ പൊതുവെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ എത്രത്തോളം ഫിറ്റായിരിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുമെങ്കിലും അവർ ഫിറ്റല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രതികൂല ഘട്ടം വരുമ്പോൾ ആ പ്രതികൂലത്തോടുള്ള പ്രതികരണത്തിൽ നിന്നുമാണ് ഫിറ്റല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രതികരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ബൈബിളുമായി ഘടകവിരുദ്ധമായിട്ടായിരിക്കും. അത് വളരെ അപകടകരവുമാണ്. പക്ഷേ പ്രകടമാകുന്ന ഭാവങ്ങളിലൂടെയോ ആചാരാനുഷ്ഠാനങ്ങളിലെയോ ഫിറ്റാണെന്ന് കാണിക്കുന്ന ഒരാൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വളരെ അറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു സ്പിരിച്വൽ ഫിറ്റ്നസിനെ കുറിച്ച് ഒരു ഉപമയായി പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമാണ്, പ്രത്യേകിച്ച് ഒരു അസുഖം അദ്ദേഹത്തിനില്ല. നന്നായി രാവിലെ എഴുന്നേക്കും. അധ്വാനം എന്ന് പറഞ്ഞാൽ പുള്ളി സദാസമയം ഓട്ടമാണ്. എനിക്ക് വളരെ അറിയാവുന്ന ഒരാളാണ്, സദാസമയം ഓട്ടമാണ്. അങ്ങനെ ഓടുന്നുണ്ടെങ്കിലും അങ്ങനെ ക്ഷീണിതനായിട്ട് അദ്ദേഹത്തെ പലപ്പോഴും കാണാറില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ കൊറോണ വന്ന് അദ്ദേഹത്തെ ബാധിച്ചു. അദ്ദേഹം രോഗബാധിതനായി. രോഗബാധിതനായി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ മുഴുവൻ ആകെ പ്രതിസന്ധിയിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ പുറമേ ഫിറ്റായിരുന്നു,
പക്ഷേ അകത്ത് പല അസുഖങ്ങളുടെയും അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്ന ഒരു ക്രൈസിസിൻ്റെ സമയത്താണ് ഇതെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി പോകുന്ന ഒരു ചുറ്റുപാടിൽ നമ്മൾ വളരെ നല്ല സ്ട്രോങ് ക്രിസ്ത്യനാണ് എന്നുള്ളൊരു ധാരണയിൽ സഞ്ചരിക്കും. പക്ഷേ സാമ്പത്തികമായോ ആരോഗ്യപരമായോ സാമൂഹികപരമായോ ബന്ധങ്ങളിലോ എന്തെങ്കിലും ഉലച്ചിൽ വരുന്നൊരു സമയത്താണ് യഥാർത്ഥ ഹൃദയ ഭാഷ്യം എന്താണെന്ന് നാവിലൂടെ പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ അന്നാടൻ പ്രകടമാക്കുന്ന വൈകാരികതയുണ്ടല്ലോ, വാസ്തവത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട പ്രകടമായ ആത്മീയതയുമായി യാതൊരുവിധ ബന്ധവും മിക്കവാറും ഉണ്ടായിരിക്കില്ല. അല്ല, ഈ സ്ഥിതി ഒരുപാട് ക്രിസ്ത്യാനികളിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ പറയും, നിങ്ങൾക്ക് എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് എന്ന ഒരു വാക്ക് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്നത് എൻ്റെ യഥാർത്ഥ സ്വഭാവമല്ല. എനിക്ക് വേറൊരു വാക്ക് പറയും, എൻ്റെ വേറൊരു മുഖം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണിച്ച മുഖം ഒറിജിനൽ അല്ല. അപ്പോൾ ഇതുവരെ കാണിക്കാത്ത മുഖം എന്ന് പറയുന്നത് ഒരുപക്ഷെ കാണിക്കാൻ കൊള്ളില്ലാത്തതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ പ്രകടമാക്കിക്കൊണ്ടിരുന്ന ആത്മീയതയുടെ ആന്തരിക അവസ്ഥയല്ല, അതിൻ്റെ മറ മാത്രമായി. എന്നതുപോലെ നമ്മൾ ആത്മീയമായി ഫിറ്റാണ് എന്ന് കരുതുന്ന പല പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഫിറ്റ്നസിനെ കാണിക്കുന്നതായിരിക്കില്ല. അതറിയണമെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഉണ്ടാവും. ഇതാണ് വസ്തുത. അപ്പം ഇതിനിടയിലാണ് ആത്മീയമായി നമ്മൾ ഫിറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആത്മീയമായി ഞാൻ ഫിറ്റാകാൻ എന്ത് ചെയ്യണം? അതിൽ ഒന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടത് ദൈവവചനം വായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അതിലൊരു കാര്യം പറയാം, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകമാണ് എന്ന് കണ്ടു കഴിഞ്ഞു. അതുപോലെ യേശു വചനം ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ എതിർത്തപ്പോൾ നമുക്ക് നേരെ വരുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളെ എതിർത്തുകൊണ്ട് ആരോഗ്യപരമായി നിലനിൽക്കാൻ ദൈവത്തിൻ്റെ വചനം വേണം എന്നും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഏതാണ്ട് 8ഓളം കാര്യങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ബുധനാഴ്ചയിൽ മനസ്സിലാക്കി. 2 ഭാഗം അതിൽ കഴിഞ്ഞു. 5 കാര്യങ്ങളാണ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൽ 2 കഴിഞ്ഞു. ഇത് ബാക്കി പറയാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ, ആത്മീകമായി നമ്മൾ ഫിറ്റായിരിക്കാൻ വേണ്ടി മൂന്നാമത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്തുതിയും പാട്ടുമാണ്, അല്ലെങ്കിൽ പാട്ടും സ്തുതിയും എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇതിന് വളരെ അപകടകരമായ ഒരു വേർഷൻ ഉണ്ടെന്നും കൂടെ തിരിച്ചറിയണം. പാട്ടും സ്തുതിയും, അല്ലെ പാടി സ്തുതിക്കുക എന്നത് നമ്മുടെ ആത്മീക ജീവിതം ഫിറ്റായിരിക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് അത് തിരിച്ചറിയണം. ഇതിനകത്ത് ആന്തരികമായി നിലനിൽക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നമുക്ക് കാണാവുന്നതോ പറഞ്ഞു തരാനോ കഴിയുന്നതല്ല, അനുഭവിക്കാനും വെളിപ്പെടുത്താനും കഴിയുന്നതാണ്. പാടി സ്തുതിക്കുക വലിയൊരു ധാരണ പിശകുണ്ട്. അത് നമ്മൾ തിരുത്തണം. വാക്കുകളിൽ പാടി ആരാധിക്കുക എന്ന പ്രയോഗം നടത്തുന്നത്
ബൈബിളിന് നിരക്കുന്നതല്ല. അത് മുന്നമേ പറയുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ പുതിയ നിയമത്തിന് യോജിച്ചതല്ല. എന്തിലാണ് അപ്പം നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. ഇപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പുതിയ നിയമപ്രകാരം ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി അർപ്പിക്കുന്ന സ്പിരിച്വൽ വർഷിപ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയ എന്തിനെ ഒഴിവാക്കി നിർത്താം? പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസിനെ വർഷിപ്പായിട്ട് മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കി ഘടകങ്ങൾ മുഴുവൻ എവിടെ കൊണ്ട് നമ്മൾ ചേർത്ത് വെക്കും? ഈറ്റ് ആൻഡ് വർഷിപ്പ് എന്ന് പറയണം. തെറ്റുണ്ടോ അതിനകത്ത്? ഈറ്റ് ആൻഡ് വർഷിപ്പ് ശരിടാ, അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയും സഭായം കൂടെ 1 മണിക്കൂർ ഈറ്റ് ആൻഡ് വർഷിപ്പ് നടത്താം, തിന്നാം. അപ്പം തീറ്റയിൽ ആരാധനയുണ്ടോ? കൂടുതൽ നേരത്തെ പറയുന്നുണ്ടേ, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യും, ടു പ്ലീസ് ഗാഡ്. എന്തേ അങ്ങനെ പറയാൻ പറ്റില്ലേ? ഈറ്റ് ആൻഡ് വർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനെ ആരാധനയായി കാണാൻ കഴിയില്ലേ? ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായുള്ള യാഗമായി അർപ്പിക്കുന്നത് സ്പിരിച്വൽ വർഷിപ്പാണെങ്കിൽ ഏതിനെ ഒഴിവാക്കാം എന്നിടത്തുനിന്നാണ് ഈ ചോദ്യമെല്ലാം ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ലവ് ആൻഡ് വർഷിപ്പ് എന്ന് പറയില്ലേ? യെസ്, എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. ലവ് ആൻഡ് വർഷിപ്പ്. കാരണം അതിനകത്ത് 2 കൽപ്പനകൾ സമാഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹവും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്ന സ്നേഹവും. അല്ല, സ്നേഹത്തോളം വലുതെന്തെങ്കിലും ഉണ്ടോ? ഇനി ലവ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന 2 പ്രധാന ഘടകങ്ങളാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ 10 കൽപ്പനകളുടെ 2 ഭാഗങ്ങൾ പൂർണ്ണമായും 10 കൽപ്പന മുഴുവനും അതിനകത്ത് ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ലവ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടില്ല, ആർക്കും കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിതിനെതിരല്ല കേട്ടോ, ഒരാൾ പ്രൈസ് ചെയ്യുന്നോ പാട്ട് പാടുന്നോ ഞാനെതിരല്ല. പക്ഷേ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, അത് ബൈബിളിന് നിരക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നൽകിയ തിരുവചനങ്ങൾക്ക് നിരക്കുന്നതായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒന്നാമത് കാണാൻ പോകുന്നത് ഈ ഇന്നത്തെ ചിന്തയിൽ, ഞാൻ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആത്മീകമായി ഫിറ്റായിത്തീരുന്നത്? അതിനുള്ള ചില പടികളാണ്. അപ്പോസ്തല പ്രവൃത്തി 16:25 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സാഹചര്യം, പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടിട്ട് അവരുടെ കാല് ആമത്തിൽ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വായിച്ചിട്ട് പുളകം കൊണ്ട് തീവ്രമായി ഇത്രയും നല്ല ഒരു സുരക്ഷിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പാടി സ്തുതിക്കാം. നമുക്കിത് പറഞ്ഞിട്ട് പറയാൻ പറ്റും, കണ്ടോ പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് വരെ ദൈവത്തെ പാടി സ്തുതിച്ചു. ഇത് വേണ പറഞ്ഞിട്ട് നിങ്ങളെ ആവേശം കൊള്ളിച്ചിട്ട് ഞാൻ 2 ഹല്ലേലൂയ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ സുരക്ഷിതം. മാത്രമല്ല നമുക്ക് വേണ്ട ഒരു AC ഹോളിൽ ഇരുന്നുകൊണ്ട് എല്ലാ സുരക്ഷിത സംവിധാനങ്ങളും ഒരുക്കിയിട്ട്, ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ട്, ആധുനിക സംഗീത ഉപകരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാം ഈ പൗലോസിൻ്റെ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ട്, ഉണ്ടോ പൗലോസും ശീലാസും പാടി സ്തുതിച്ചതുപോലെ നമ്മൾ പാടി സ്തുതിക്കണം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു വൈകാരിക വിക്ഷോഭമൊക്കെ ഉണ്ടാവും. പക്ഷെ ചിന്തിക്കേണ്ടത് അവിടെയല്ല കേട്ടോ, ചിന്തിക്കേണ്ടത് അവിടെ അല്ല. സുവിശേഷ നിമിത്തം ഇറങ്ങിത്തിരിച്ച പൗലോസിനെയും ശീലാസിനെയും കാലുകൾ ചങ്ങലയിട്ട് പൂട്ടി ഇട്ടിട്ട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഭ്രാന്തന്മാരെ പൂട്ടിയിടുന്നത് പോലെ പൂട്ടിയിട്ടിട്ട് ആ ഘട്ടത്തിൽ പാടുക എന്ന് പറയുന്നതിനാണ്. അവിടെ നമ്മളിപ്പം കീബോർഡ് ഉണ്ടോന്നോ ഏറ്റവും ന്യൂ ജനറേഷൻ ശൈലിയിലുള്ള പാട്ടുണ്ടോയെന്നോ വല്ലതും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവുമോ? അത് ഉണ്ടായി തന്നെ ഇരിക്കട്ടെ.
ഞാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കൂച്ചുവലം ഇട്ടിട്ടിരിക്കുന്ന ഒരു സമയത്തും ഇതുപോലെ പാടാൻ കഴിയുമോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നമുക്കെല്ലാം നല്ല അടിപൊളിയായിരിക്കുന്ന സമയത്ത് പാടുന്നതിന് എന്നാ ബുദ്ധിമുട്ട്? അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ വാക്യം നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ പറഞ്ഞോണം. അല്ല, നമ്മളെ ജയിലിലിടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പാട്ട് തീരാൻ. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ മതി, ബന്ധങ്ങൾ ശിഥിലീകരണം വന്നാൽ മതി, നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളോട് പ്രതികരിക്കാതിരുന്നാൽ മതി. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നാത്തൂനോ അളിയനോ ചേട്ടനോ അയൽക്കാരോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മോട് പ്രതീക്ഷിക്കാതെ വന്നാൽ പരാതി മുഴുവനും, സാമ്പത്തികമായുള്ള പരാജയങ്ങൾ വന്നാൽ പരാതി മുഴുവനും അത് കർത്താവിനാണ് കിട്ടുക. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന മക്കളാണിത് പലപ്പോഴും ചിന്തിക്കുന്ന വിചാരിച്ചോ. നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നിരിക്കുമ്പോൾ പോയിരുന്ന പാട്ട് പാടി, ഗതികേടിൻ്റെ ഒരു പാട്ട് പാടാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് വേറൊരു കാര്യം. ഇനി ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയുന്നു. ഗതികേടിൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശം എന്താണെന്നറിയാം? ആ പ്രതിസന്ധിയുടെ, അതും വെറുതെ അല്ല, ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ കാലത്തെ പോലെ ജനാധിപത്യമൊന്നുമില്ല, മനുഷ്യാവകാശ കമ്മീഷനൊന്നും അവിടെ ഇടപെടാനായിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ തെറ്റ് ചെയ്തവന് വേണ്ടിയിട്ട് പോലും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്ന പ്രവണതയാണുള്ളത്. അന്ന് ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഇല്ല. അങ്ങ് ഒരു വിചാരണയുണ്ട്, പിന്നെ അങ്ങ് തീർത്ത് വിടുക. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാടി സ്തുതിക്കാൻ കഴിയുന്നതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയാം? ഒരാത്മീകമായി എത്രത്തോളം ഉറപ്പുള്ളവരായിരുന്നു എന്നതാണ്. ഇന്ന് ഇവിടെ പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ പ്രതിസന്ധിയിൽ പാടി സ്തുതിക്കാൻ കഴിഞ്ഞത് ആത്മീകമായ ഫിറ്റ്നസിൻ്റെ വെളിപ്പെടലാണ്. നമ്മൾ നേരെ തിരിച്ചാണ്. ഇതൊന്നുമല്ല. പാട്ട് എന്ന് ഇന്ന് പറയുന്നത്, സ്തുതി എന്ന് ഇന്ന് പറയുന്നത് നമ്മുടെ ആസ്വാദനത്തിൻ്റെ ഘടകം മാത്രമാണ്. ഒരു പാട്ടിൻ്റെ ഈണമാണോ, ആ പാട്ടിൻ്റെ അർത്ഥമാണോ അത് പാടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നെടുത്ത് നോക്കിയാൽ മതി. ഞാൻ നിങ്ങളോട് പറയട്ടെ, 99% പാട്ടുകളും ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ പാടാൻ തിരഞ്ഞെടുക്കുന്നത് പാട്ടിൻ്റെ അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ടേയല്ല, പകരം ആ പാട്ടിൻ്റെ ഈണത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ക്രിസ്ത്യാനിത്വത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് ഈണത്തിന് എന്ത് പ്രാധാന്യം? ഈണത്തിന് എന്ത് പ്രാധാന്യം? പകരം ആ പാട്ടിലൂടെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളുടെ അർത്ഥത്തിനാണ് പ്രാധാന്യം. ഈണത്തിന് പ്രാധാന്യം കൊടുത്തു പോയതുകൊണ്ടൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്താണെന്നറിയോ? ദൈവവിരുദ്ധമായ വരികൾ പോലും എഴുതിയാൽ അത് നല്ല ഈണത്തിലാണെങ്കിൽ പാടിവിടും. അതുകൊണ്ട് നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ സ്തുതിക്കാനാണ് പാടുന്നതെങ്കിൽ വരികളുടെ അർത്ഥം പ്രധാനപ്പെട്ടതാണ്. കാരണം സ്തുതിക്കേണ്ടത് ദൈവത്തെയാണ്. ഇവിടെ നമ്മൾ കണ്ടതെന്നറിയാമോ? ദൈവത്തെ പാടി സ്തുതിച്ചു. പാട്ട് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. പാട്ട് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല. ആ പാട്ട് പാടുമ്പോൾ ഒരു ആശ്വാസമാണ്. അവിടെയാണ് ഇതെല്ലാം പാളിപ്പോകുന്നത്. ആശ്വാസത്തിനല്ല തിരുവെഴുത്തുകളിൽ പാടി സ്തുതികൾ കാണുന്നത്. എല്ലാം പ്രൈസാണ്. പ്രൈസ് ഞാൻ വേറൊരാളെ മഹത്വപ്പെടുത്തുകയാണ്. അത് എനിക്ക് കിട്ടുന്നതല്ല, എന്നേക്കാൾ ഉയർന്ന ഒരാളെ, നമുക്കതിനെ ഒരാളും വ്യക്തിയല്ലേ ഉദ്ദേശിക്കുന്നത്, ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. ആ പാട്ടിൽ ആ മഹത്വീകരണമാണ് ഉണ്ടാകേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു പർപ്പസിൽ കാണും. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വാക്കുകളും നമ്മുടെ നാവിൽ നിന്ന് ദൈവസന്നിധിയിൽ വീഴുമ്പോൾ
ആ വാക്കുകളുടെ അർത്ഥം എത്രത്തോളം ദൈവത്തെ മഹത്വീകരിക്കുന്നതാണ് എന്നത് ദൈവത്തിൻ്റെ ബലം നമ്മിലേക്ക് പകരാൻ കാരണമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി പാടിസ്തുതിയിൽ രണ്ടാമത്തെ ഒരു ഘടകം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. ഇതാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് കേന്ദ്രീകരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ യേശു മുഖാന്തരം നാം ദൈവത്തെ, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന, ആ വാക്ക് ശ്രദ്ധേയമാണ്, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഇംഗ്ലീഷിൽ അത് സ്തോത്രയാഗവും നല്ല വന്നിരിക്കും. വാക്കുകൾ, നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ നാം വന്നിരിക്കുന്നത്. സ്തോത്രയാഗം എന്ന പ്രയോഗം കൊണ്ട് മലയാളക്കരയിൽ ആകമാനം ക്രിസ്തീയ സമൂഹത്തിൽ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ കടന്നു കൂടിയിട്ടുണ്ട്. അത് തെറ്റാണ്. അതിൻ്റെ ഒരു ആധിക്യം അങ്ങോട്ട് കൂട്ടിയിട്ടത് ആത്മീയതയുടെ വെളിപ്പെടലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളെ കാണുമ്പം പോലും ചുമ്മാ സ്തോത്രം എന്ന് പറയുകയാണ്. സ്തോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി എന്നാണ്. ചുമ്മാ ഒരാളെ കാണുമ്പോൾ സ്തോത്രം എന്ന് പറയുന്നത് എന്തിനാണ്? ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ഒരാൾ തന്നു, ആ സമ്മാനം തന്നാൽ നിങ്ങൾ എന്ത് പറയും? സ്തോത്രമെന്ന് പറയുമോ? എന്ന് പറയുമോ? വാസ്തവത്തിൽ പറയണം താങ്ക് യു എന്നല്ലേ അതിൻ്റെ അർത്ഥം. പക്ഷെ ആ വാക്ക് ഇപ്പം നിങ്ങളുടെ അയൽവക്കത്ത് ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തന്നെങ്കിൽ ഈ കടുത്ത ആത്മീയതയെ കേന്ദ്രീകരിച്ച ശരിയാമണ്ണുള്ള അർത്ഥത്തിലല്ലാതെ സ്തോത്രം പറയും. യഥാർത്ഥ നന്ദി അർപ്പിക്കാനായിട്ട് പറയുമോ? ഇപ്പം നമുക്ക് ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ നമ്മൾ കയറാൻ നേരത്തെ ഒരാൾ നമ്മളെ സഹായിച്ചു, കൈയൊന്ന് പിടിച്ച് കയറ്റി, അയാളോട് തിരിഞ്ഞുകൊണ്ട് സ്തോത്രം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു. പക്ഷെ നമ്മൾ സ്തോത്രം പറയുന്നുണ്ട്, എങ്ങനെ? താങ്ക് യു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നമുക്ക് കാണുന്നില്ല. ആ ആളിനോട് സ്തോത്രം എന്ന വാക്ക് പറയാൻ നമ്മൾ മടിക്കുന്നു. നമ്മുടെ ധാരണ എന്താണെന്നറിയാമോ? ആ വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം പറയാനുള്ള ഒരു വാക്കാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ തെറ്റിപ്പോകും. താങ്ക് യു ലോഡ് എന്ന് പറയുന്നത് വേറൊരാളോട് താങ്ക് യു എന്ന് പറയുന്നതും അല്ല താങ്ക് യു എന്ന് പറയുന്നതിനകത്ത് പ്രശ്നം വരില്ലേ? ഇത് മൊത്തം കുഴപ്പമാവുകയാണല്ലോ. പക്ഷേ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ നാവിൽ നിന്ന് പുറത്തു വരുന്ന, അവിടെ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്നു. യേശുവിൻ്റെ നാമത്തെ നമ്മൾ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളിലൂടെ, നമ്മുടെ നാവുകളിലൂടെ ഏറ്റു പറയുന്നു. അത് വേറൊരാൾ കേൾക്കാതിരിക്കാം, ദൈവം കേൾക്കണം. അത് ഏത് സമയവും കേൾക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന വാക്കുകൾ സദാസമയവും ഇടപെടാതെ വന്നുകൊണ്ടിരിക്കണം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതിന് പകരം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ശീലം, ചില ആളുകൾ സദാസമയം സ്തോത്രം പറഞ്ഞു ഇനി വേറെ കുഴപ്പമുണ്ട്, ലാസ്റ്റ് ഇത് പാമ്പ് ചീറ്റുന്ന പോലൊരു ശബ്ദമായി മാത്രം മാറുകയാണ്. ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴും ഏതെങ്കിലും വിശ്വാസ സമൂഹത്തിലുള്ള ആളുകളൊക്കെ നമ്മളവർക്ക് അവർ നമ്മളെ ശൂശു വെച്ച് വിളിക്കുകയാണെന്ന് വിചാരിക്കും. സ്തോത്രം എന്ന വാക്ക് ഫുള്ള് വരികയല്ല, പിന്നെ ഇന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയായിട്ട് എന്നെ ബന്ധം ഇരിക്കുന്നതിന് എനിക്കിതാണ് മനസ്സിലാവാത്തത്. തിരുവെഴുത്തുകളുമായിട്ട് എന്ത് ബന്ധം? പക്ഷെ ഞാൻ ഈ വാക്യത്തിൻ്റെ പുറകോട്ടുള്ള ഭാഗങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കുകൊണ്ടുള്ള ഒരു ഗെയിമൊന്നുമല്ല ഈ വാക്യം അർത്ഥമാക്കിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. മിക്കവാറും അത് പറയാൻ എനിക്ക് സമയം കിട്ടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ, ഇനി 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായർ 13:10. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ.
കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, തെറ്റിദ്ധാരണ ഉണ്ടാവണ്ട. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഫ്രൂട്ട് എന്ന ആ ഒരു നന്ദികരേറ്റ് പുറത്തേക്ക് വരേണ്ടത് എന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ ഇങ്ങനെ കൂടെ പറയാം, 15-ാമത്തെ വാക്യത്തിൽ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് നമ്മൾ ഈ ചിന്തിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ 11-ാം വാക്യം പറയുന്നുണ്ട്, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയും. ചേട്ടാ, അതും ഈ സ്തോത്രയാഗം അർപ്പിക്കാൻ തമ്മിൽ എന്താണ് ബന്ധം? അവിടെ ശ്രദ്ധിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്കുണ്ട് കേട്ടോ, പാപപരിഹാരം. ആ വാക്ക് വിട്ടുകളയരുത്. ഇനി 12-ാമത്തെ വാക്യം, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ, കഥ കൂടുതൽ തീവ്രമാവുകയാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത്. ജനമാരാണ്? നമ്മളാണ് വിശുദ്ധീകരിക്കുന്നത്. നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. യെരുശലേം നഗരത്തിൻ്റെ വാതിലിന് വെളിയിൽ വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ, അപ്പം അതുകൊണ്ട്, എന്തുകൊണ്ട്? സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് യേശു നഗരത്തിൻ്റെ, ഈ യെരുശലേം നഗരത്തെ യഹോവയുടെ നഗരം എന്നാണ് വിളിക്കുന്നത്, യഹോവയുടെ പട്ടണം എന്നാണ് വിളിക്കുന്നത്. അതിന് വെളിയിൽ വെച്ചാണ്, യഹോവയുടെ പട്ടണത്തിനുള്ളിലല്ല, അതിന് വെളിയിൽ വെച്ച് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്ക ചെല്ലുക. അതായത് കഷ്ടമനുഭവിച്ച യേശുവിൻ്റെ അരികിലേക്ക് നമ്മൾ ചെല്ലണം, പാളയത്തിന് പുറത്ത്, വെളിസ്ഥലത്ത്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അപ്പം നിലനിൽക്കുന്ന നഗരമില്ലാത്തത് കൊണ്ട് നമുക്ക് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്ന നഗരത്തിൻ്റെ വെളിയിൽ പോകണം. ആ നിലനിൽക്കുന്ന നഗരത്തിനകത്ത് എന്തില്ല? കഷ്ടം അനുഭവമില്ല. അപ്പോൾ യേശു എവിടെയാണ് കഷ്ടം അനുഭവിച്ച? നഗരത്തിന് വെളിയിലാണ്, യഹോവയുടെ നഗരത്തിന് വെളിയിലാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ടുള്ള ഇതിലേക്ക് വരുന്ന ഒരാൾ, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട്, കർത്താവ് നിന്ന ഏറ്റെടുത്തതുപോലെ നമ്മുടെ നിന്നകളും കർത്താവിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് ചെല്ലാം. ആ പാളയത്തിൻ്റെ പുറത്ത് എന്താണെന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രയും നാം അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് സ്തോത്രയാഗം അർപ്പിക്കുന്ന എന്തുകൊണ്ട്? അതിനാണ് മറുപടി കിട്ടേണ്ടത്. മലയാളത്തിനാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഇതുകൊണ്ടാണോ നമ്മൾ പാടി സ്തുതിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കും. ഇതുകൊണ്ടാണോ നമ്മൾ പാടി സ്തുതിക്കുന്നത്? അല്ല, നമ്മുടെ പാടിസ്തുതിയും ഇപ്പോൾ വായിച്ചു വന്ന ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നമ്മൾ നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി പൊക്കി പറയുന്നെന്ന് വേണേൽ പറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ 11 മുതൽ 14 വരെയുള്ള വാക്യം പറഞ്ഞു വെച്ചിട്ടാണ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട്, ഏതുകൊണ്ട്? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്. ഈ മുകളിൽ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു വിശദീകരണം ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. വെറുതെ ഞെട്ടിപ്പോണ്ട. ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വാക്യം വായിച്ചു വിടാം പെട്ടെന്ന്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്യ കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ,
കേട്ടോളൂ, ചെയ്യരുത് എന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ അബദ്ധവശാൽ, മനഃപൂർവ്വമല്ല, പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൻ്റെ മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം. വിഷയം എന്നതാണ്? പാപത്തിൻ്റെ പരിഹാരമാണ്. ഇതല്ലേ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നത്? മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധിച്ചോട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലതാണ്. ഇവിടെ അതിൻ്റെ യഥാർത്ഥ ചിത്രം എവിടെയാണ്? ആരെങ്കിലും യഹോവ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ എന്നാ ചെയ്യണം? പാപയാഗമായി, യാഗമുണ്ട് കേട്ടാ, ഊനമില്ലാത്തൊരു കാളക്കിടാവനെ അർപ്പിക്കണം. ഇനി അടുത്ത് കേട്ടോളൂ. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നദ്ധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നദ്ധിയിൽ കാളയെ അറുക്കണം. കൂടാരത്തിനകത്ത് കയറ്റരുത്. കൂടാരത്തിനകത്തേക്ക് ഈ കാളയെ കയറ്റരുത്. കാളയെ കൂടാരത്തിന് വെളിയിൽ വെച്ച് വേണം അറക്കാൻ. യേശു ഇനി 12-ാം വാക്യം, എബ്രായർ 13:12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. കാളയെ അറക്കപ്പെടേണ്ടത് യഹോവയുടെ നഗരത്തിൻ്റെ ഉള്ളിലല്ല, യഹോവയുടെ പട്ടണത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടല്ല. പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാളയെ അറക്കേണ്ടത് എവിടെ വെച്ചാൽ? സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലാണ്. ആലയത്തിനകത്ത് കാളയെ അറക്കാൻ നിൽക്കല്ലേ, അത് വെളിയിലാണ്. വളരെ ഗൗരവമായൊരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് കണ്ട് ഞാൻ അതിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരും. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കുള്ള ഹോമയാഗ പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഇതിൻ്റെ വലിയ വിശദീകരണം നൽകുന്നില്ല, വളരെ വേണ്ട കാര്യം പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെയാണ് ജീവനും വിശുദ്ധിയുമുള്ള യാഗമാക്കി അർപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഞാൻ പറയാം. നമ്മൾ യഹോവയുടെ ആലയമാകുന്ന സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വരുന്നതിന് മുമ്പ് നഗരത്തിന് വെളിയിൽ വെച്ച് യേശു കഷ്ടം അനുഭവിച്ചതുപോലെ നമ്മുടെ കഷ്ടം യഹോവയുടെ പട്ടണത്തിന് വെളിയിലായിരിക്കണം നമ്മുടെ കാളയെ അറക്കേണ്ടത്. ഞാനിതിന് കണ്ടെത്തുന്ന, എനിക്ക് വചനത്തോട് ചേർത്ത് വെക്കാൻ ഇതുവരെയുള്ള എൻ്റെ മനസ്സിലാക്കൽ വെച്ചിട്ട് ഞാൻ പറയാം. സഭയ്ക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് കാള അറുക്കപ്പെടണം, കാള കൊല്ലപ്പെടണം. യേശു നഗരത്തിന് വെളിയിൽ വെച്ച്, നഗരവാതിലിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ച് കൊല്ലപ്പെട്ടതിൻ്റെ അർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്. ഹിസ് ബോഡി. യേശുവല്ല, യേശുവിൻ്റെ ശരീരം. അങ്ങനെയെങ്കിൽ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വരുന്ന ഒരാൾ, അവൻ്റെ ജഡീക മനുഷ്യൻ അതിന് മുമ്പ് കൊല്ലപ്പെടണം കേട്ടോ. അല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ദൂത് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ പറയണ്ട, മിക്കവാറും ആളുകൾക്ക് ഏതാണ്ട് പറഞ്ഞു വരുന്നത് മനസ്സിലാകുകയും ചെയ്തിട്ടുള്ളൂ. ചില ആളുകളുടെ മുഖഭാവങ്ങളിൽ നിന്ന് എനിക്കത് വ്യക്തമായി. അപ്പോൾ ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഷ്ടം അനുഭവിച്ചു. പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള ഊനമില്ലാത്ത കാളക്കിടാവിനെ കൊണ്ടുവന്നിട്ട് സമാഗമന കൂടാരത്തിനകത്ത് കയറ്റാതെ അതിൻ്റെ വെളിയിൽ വെച്ച് കൊല്ലണം. അതിനെ വലിച്ച് അകത്തേക്ക് കയറ്റാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളും ഈ കഷ്ടം അനുഭവിക്കാൻ നഗരവാതിക്ക് നിൽക്കണം, കൊല്ലപ്പെടാൻ നഗരവാതിക്ക് നിൽക്കണം. സമാഗമന കൂടാരത്തിനകത്ത് വെച്ച് കൊല്ലാൻ ശ്രമിക്കരുത്, അകത്ത് വെച്ച് കൊല്ലലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ ആദ്യപടി തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ താല്പര്യങ്ങളെ ത്യജിക്കണം. അല്ല, ഇങ്ങനെയാണോ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹം സഞ്ചരിക്കുന്നത്? ദൈവദാസന്മാരുടെ പണി ചാകാത്ത പശുക്കളെ അവരെവിടെയിട്ട് ഇപ്പോൾ കൊല്ലാൻ ശ്രമിക്കുന്നറിയാമോ? സമാഗമനത്തിൻ്റെ കൂടാരത്തിലിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറച്ചുകൂടെ വേണം തെളിച്ചങ്ങ് പറയാം. ഒരുപാട് ഇതുപോലുള്ള കൂടാരത്തിന് വെളിയിൽ വെച്ച് കൊല്ലപ്പെടേണ്ട ജഡീക മനുഷ്യൻ അവിടെ വെച്ച് കൊല്ലാതെ വന്നിട്ട് ഇതുങ്ങൾ സമാഗമന കൂടാരത്തിനകത്ത് കയറും. പിന്നെ ദേവദാസന്മാർ ഓടി നടന്ന് ഈ കാളനെ എങ്ങനെ കൊല്ലണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഇത് പിടിയും തരികയില്ല. ജീവനോടെ ഇതിനകത്ത് വന്ന് കയറിയിരിക്കില്ല, പിന്നെ എങ്ങനെ കൊല്ലും? അപ്പോൾ ഈ പാപപരിഹാര യാഗത്തിനുള്ള യാഗവസ്തുവായ ഈ മൃഗത്തെ സമാഗമന കൂടാരത്തിന് വെളിയിൽ വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ നഗരവാതിൽക്കലിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഞാനും നിങ്ങളും ചെല്ലണം. അപ്പോൾ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിക്കുക എന്ന് പറഞ്ഞാൽ that can be called repentance. മാനസാന്തരമാണ്. അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ആ മാനസാന്തരത്തിലാണ് തുടങ്ങേണ്ടത്. പക്ഷേ സത്യമായിട്ട് നിങ്ങളോട് പറയാം, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഇക്കാലം അത്രയുമുള്ള അനുഭവങ്ങളും പഠനങ്ങളും വെച്ച് പറയാം, കൊല്ലപ്പെടാത്ത, അറുക്കപ്പെടാത്ത ഒരുപാട് യാഗമൃഗങ്ങൾ സമാഗമന കൂടാരത്തിനകത്ത് കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാതെ ജഡത്തിലെ മനുഷ്യൻ ക്രിസ്തു കഷ്ടമനുഭവിച്ച പാളയത്തിന് നഗരവാതിൽക്കലിന് വെളിയിലുള്ള സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടാത്ത മനുഷ്യർ, മാനസാന്തരപ്പെടാത്ത മനുഷ്യർ ഈ സമാഗമന കൂടാരത്തിന് അകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്വസ്ഥമായൊരു യോഗം നടക്കുകയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക പുറത്താണ് യാഗവസ്തുവായ, അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുക, കുറേ കാളകളെയൊക്കെ കൊണ്ടുവന്ന് കൊല്ലേണ്ടത് വെളി വെച്ചിട്ടാണ്, എന്നിട്ട് അതിൻ്റെ രക്തമാണ് അകത്ത് കൊണ്ടുവരേണ്ടത് എന്നിരിക്കട്ടെ. അപ്പം നമ്മളെല്ലാം അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കിനാണ് ഒരാൾ കാളയെ ജീവനോടെ കൊണ്ടുവന്ന് ഈ മനുഷ്യരെല്ലാം ഇരിക്കുന്ന അകത്തേക്ക് കയറ്റിവിട്ടു. ആ കാളയുണ്ടാക്കുന്ന അസ്വസ്ഥതയും ക്രമക്കേടുകളും എന്തായിരിക്കും നിങ്ങൾക്ക് വിചാരിക്കാവുന്നു. ഇതിന് സമാനമാണ് മാനസാന്തരപ്പെടാത്ത ഒരാൾ, തന്നെത്താൻ ത്യജിക്കാത്ത ഒരാൾ ഈ യഹോവയുടെ നഗരത്തിനുള്ളിലേക്ക്, പട്ടണത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം. ദുരന്ത നായകരായി മാറും. ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആർക്കായിരിക്കും എന്നറിയാം? ആരാണ് ശുശ്രൂഷ ചെയ്യുന്നത് അവർക്കായിരിക്കും. കാരണം പിന്നെ ഓടിച്ചിട്ട് കൊല്ലണം. ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്ന് നമുക്ക് ദൈവവചനം നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് വന്നാലും, അതാണ് ഈ സ്പിരിച്വൽ ഫിറ്റ്നസ് പഠിക്കുമ്പോൾ ഇത് പഠിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ. ഇത്
ചില സമയത്ത് ഇച്ചിരി ഹെവി ഡോസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇത് ഞാൻ കേട്ടിട്ട് വലിയ ഹെവിയാണ് കേട്ടോ. ഒരു കഥ പോലെ കേൾക്കുകയാണെങ്കിൽ ഒരു ഹെവിയല്ല, ഇതുമാതിരി കഥ മാത്രമാണ്. യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കരുതുന്നു ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോൾ വേറൊന്നാ വേണ്ടത്? അതിനെ വെളിയിൽ വെച്ചും കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അറുത്ത് കഴിഞ്ഞാൽ നിങ്ങളില്ലേ, അത് എബ്രായ ലേഖനം 13 എന്ത് വ്യക്തമായിട്ട് പറയുന്നത്? ക്രിസ്തു നഗരവാതിൽക്കിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ചിടങ്ങളിലേക്ക്, ഇടത്തേക്ക് നമ്മൾ ചെല്ലാൻ തന്നെ പറയുന്നുണ്ട്. അത് 12:13 അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ട നഗരവാതിൽക്കിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം ആ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചിടത്ത് ചെന്നിട്ട് നിങ്ങൾ മരിക്കണം. ആ മരിച്ച ഇടത്തുനിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. ആ മരിച്ചിടത്തുനിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അവിടെ നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനത്തിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നതിനെ സംബന്ധിച്ച്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് പോരാ. റോമാലേഖനം 6 അതിൻ്റെ 4-ാം വാക്യം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. മാനസാന്തരത്തോടും വിശ്വാസത്തോടും കൂടെ യഥാർത്ഥ ഈ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തരവും വിശ്വാസവും ഇല്ലാത്ത ഒരു സ്നാനമല്ല കേട്ടോ. അത് ആചാരമാണ്. ആചാരപ്രകാരം സ്നാനപ്പെട്ടവൻ ഈ മരണവും അടക്കവും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കർമ്മം അവിടെ നടന്നു എന്നുള്ളത് മാത്രമേ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്നാനത്തിലൂടെയല്ലേ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട്, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അതാ കറക്റ്റ്. അപ്പം മാനസാന്തരത്തോട് വന്ന് സ്നാനപ്പെടുന്നൊരുത്തനെ മാനസാന്തരത്തിലാണ് മരണവും നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് തന്നെത്താൻ ത്യജിക്കുകയാണല്ലോ. അതിന് ശേഷമാണ് അവിടെ വന്നിട്ട് കുഴിച്ചിടൽ നടക്കുന്നത്. ചാകാത്തവനെ കുഴിച്ചിട്ടാൽ ഒരു കുഴപ്പം തന്നറിയാം, അവൻ വീണ്ടും ചാടിയെനിക്ക് മണ്ണൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക്. വെച്ചാൽ നമ്മുടെ ഒരു കുഴിച്ചിട്ടലായിട്ട് കാണണ്ട, ആന്തരിക അർത്ഥത്തിൽ കണ്ടാൽ മതി. ചത്തിട്ടില്ലല്ലോ. മാനസാന്തരമാണ് ചാവൽ. നഗരത്തിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിക്കൽ, തൻ്റെ ശരീരത്തെ കൊന്നുകളയൽ, സെൽഫ് ഡിനായൽ. അത് കഴിഞ്ഞിട്ട് വന്ന സ്നാനപ്പെടുന്നത്. സ്നാനം മറ്റേതിനകത്തേക്കുള്ള എൻട്രി ആണല്ലോ. യേശുവിൻ്റെ രക്തവും നമ്മുടെ രക്തവും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ക്രിസ്തുവിനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്ക് വരികയാണ്. പിന്നെ അടുത്ത ഭാഗം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ 11-12 കാളയുടെ തോലും മാംസവും മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി, ശ്രദ്ധിച്ചു കേട്ടോണേ, ഞാൻ വായിക്കുന്ന ലേവ്യ 4:11. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും പാളയത്തിന് പുറത്ത് വെണ്ണീരിൽ ഇടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകന്മേൽ വെച്ച് തീയിട്ട് ചുട്ട് കളയണം. വെണ്ണീറുന്നിടത്ത് വെച്ച് തന്നെ അത് ചുട്ട് കളയണം. തിരിച്ചറിയുക. അപ്പോൾ കാളയുടെ തോലും മാംസവും മുഴുവനും തലയും കാലുകളും കുടലും ചാണകവും. അപ്പം മാലിന്യങ്ങൾ മുഴുവനും ചാണകമടക്കം കത്തിച്ച് കളയണം. ഒരു സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് കൊണ്ടുവന്നിട്ട് എവിടെ കയറ്റരുത്? സമാഗമന കൂടാരത്തിനകത്ത് കയറ്റരുത്. കാളയുടെ ചാണകമിടാനുള്ള ഇടമായി സമാഗമന കൂടാരത്തെ കാണരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാനസാന്തരപ്പെടാത്ത ഒരാൾ സഭയ്ക്കകത്ത് കയറുക എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിലേക്ക് ഒരു കാളയെ അതിൻ്റെ മാലിന്യങ്ങളോടുകൂടെ പ്രവേശിപ്പിക്കുന്നതിന് തുല്യമാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വെളിയിൽ വെച്ച് കത്തിക്കണം. ഈ കത്തിക്കാത്തതിനെ അകത്ത് കയറ്റാൻ പ്രമാണമില്ല. പക്ഷേ ശരിയാവണ്ണം കത്തിക്കാൻ നടക്കാതെ നിങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധി എവിടെയാണെന്നറിയാമോ? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. എന്നാണെന്നറിയാമോ? തങ്ങളുടെ താല്പര്യങ്ങൾ ഇതൊക്കെ മാനസാന്തരപ്പെടില്ല. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ഞാൻ അങ്ങ് പറയും. ഞാൻ ഈ കഴിഞ്ഞിടക്ക് ചർച്ചോക്രേഷ്യയുടെ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടെ നമ്മൾ പൊതുവെ ഒരു നല്ല ചർച്ചോക്രേഷ്യക്കാരൻ അതിൻ്റെ മുമ്പിൽ തോറ്റുപോകും. തോറ്റേ മതിയാവും. ബൈബിൾ ഇങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ അതിന് ചർച്ചോക്രേഷ്യർ ഉഗ്രം മറുപടി കണ്ടുവച്ചിട്ടുണ്ട്. ഉഗ്രം മറുപടി കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇത് കാണാതെ പഠിക്കാനും പറയാനൊക്കെ സാധിക്കും. ഇത് ചെയ്യാനായിട്ട് അല്ല, ഇത് മനുഷ്യനെന്ന് ഞാൻ സമ്മതിച്ചു. എത്ര കാലം വരെ ഈ വാക്യത്തോട്, ഈ പ്രയോഗത്തോട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? അല്ല, ഏത് കാലത്ത് ഈ പ്രയോഗം നിർത്തലാക്കും? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്ന് നിർത്തും? അതറിയില്ല. ഇത്തരത്തിലുള്ള ചാണകവും കാര്യങ്ങളുമായി സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കല്ലേ. നഗരവാതിൽക്കലിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ച ക്രിസ്തുവിൻ്റെ അരികിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? കഷ്ടമനുഭവിക്കണം, കൊല്ലപ്പെടണം. എന്നിട്ട് ശുദ്ധീകരിക്കേണ്ട രക്തവുമായി അകത്തേക്ക് വരുമ്പോഴാണ്. അത് നമുക്ക് കഴിയില്ല. അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആന്തരികമായ പ്രവേശനം സഭയുടെ ഉള്ളിലേക്ക് വരുത്തുകയാണ്. അതിന് ക്രിസ്തുവിൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ രക്തത്തോട് മരണത്തോട് നമ്മൾ ചേരുമ്പോഴല്ലാതെ, അതിനാണ് സ്നാനം. ആ രീതിയിൽ നമ്മൾ സമാഗമന കൂടാരത്തിനകത്തേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അല്ല, ഇനി വേറെ കാര്യം തിരിച്ചു ചിന്തിക്കാം കേട്ടോ. അത്തരത്തിൽ കൊല്ലപ്പെട്ടില്ലെങ്കിൽ ദൈവവചന പ്രകാരം പുരോഹിതൻ ഈ കൊല്ലപ്പെടാത്ത ഒരു മൃഗത്തെയായിട്ട് പുരോഹിതനകത്ത് കയറില്ല. പുരോഹിതൻ രക്തമായിട്ട് കയറുള്ളൂ ഈ കൂടാരത്തിനകത്തേക്ക്. ഇവിടെ പുരോഹിതൻ ഞാനല്ല. നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആര് മാത്രമാണ്? യേശു മാത്രം. അങ്ങോട്ടേ കയറുന്നു യേശുവാ, തൻ്റെ രക്തം കൊടുത്ത്. യേശുവിൻ്റെ മനത്തിലും അങ്ങോട്ട് കയറാൻ കഴിയുന്നത്. ഞാനും നിങ്ങളും മാനസാന്തരത്തിൻ്റെ സമയത്ത് നമ്മൾ കൊല്ലപ്പെട്ടില്ല എങ്കിൽ, യേശു നമ്മളെയായിട്ട് സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നമുക്കാണ് തെറ്റിയത്. ഉറപ്പാക്കണമെങ്കിൽ പിന്നെ യോഹന്നാൻ്റെ ലേഖനമാണ് നമുക്കുള്ളത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ സകല നീതി പോക്കി നമ്മൾ ശുദ്ധീകരിക്കും. ഇവിടെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ് ആണ്. പഴയ മനുഷ്യനെ ഒഴിവാക്കലാണ്. ആ മൃഗത്തെ കൊന്നുകളയലാണ്. അതിനെ ഇല്ലായ്മ ചെയ്യലാണ്. ഇനി ഇപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എബ്രായർക്ക് ലേഖനം 13 ഞാൻ മടങ്ങി വരികയാണ്. എബ്രായർ 13. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം പറയുകയാണ്, നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ചേക്കുന്ന ഈ ഒരു ശരീരമുണ്ടല്ലോ, ഈ കാള, അത് നിലനിൽക്കുന്നതല്ല. അതിനെ കൊന്നുകളയുക. നമ്മൾ വെളിയിൽ നിൽക്കുന്ന നഗരം നമുക്ക് നിലനിൽക്കുന്നതല്ല. വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. ഈ ശരീരം ഉരിഞ്ഞു കളയാനുള്ളതാണ്. വരുവാനുള്ളൊരു തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. അതിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരം ഇവിടെ കൊല്ലപ്പെടണം. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അർത്ഥമൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട്, മാനസാന്തരം ഉള്ളതുകൊണ്ട്, സെൽഫ് ഡിനയൽ ഉള്ളതുകൊണ്ട്, കൊല്ലപ്പെടൽ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിൽ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന. ഏതർത്ഥത്തിൽ? നഗരവാതിൽക്കലിന് വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ച, സമാഗമന കൂടാരത്തിന് വെളിയിൽ വെച്ച് കൊല്ലപ്പെട്ട മൃഗം ഏറ്റുപറഞ്ഞുകൊണ്ട്, ആ ഏറ്റുപറച്ചിലാണ് പാട്ടായി, സ്തുതിഗീതങ്ങളായി സദാസമയവും ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. ഇതാണോ
ഇന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടികളിൽ നടക്കുന്നത്. വളരെ പരിതാപകരമാണ്. ഇതിന് പകരം വെക്കാനാണോ നമ്മൾ വെറുതെ സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ പശ്ചാത്തലമെല്ലാം വെറും വാക്കുകൊണ്ടുള്ള സ്തോത്രം കൊണ്ട് നടക്കുമോ? നടക്കില്ല. ഇത് വളരെ പ്രായോഗികതയാണ്. ഈ സ്തുതി ആ ജീവിതത്തിലേക്കുള്ള എത്തിച്ചേരലാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഈ സ്തുതിയുടെ പകുതി ഭാഗം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അത് തന്നെ വലിയൊരു സന്ദേശമായി എനിക്ക് തോന്നുന്നു. ഇന്ന് ഇതിൽ കൂടുതൽ ഒരു സന്ദേശം ആവശ്യമില്ല. ഇതൊന്നും നടപ്പിലാക്കും. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു ആത്മീയ വളർച്ച വരുമോ എന്നാ തർക്കം ഇരിക്കുന്നല്ലേ. സ്പിരിച്വലി ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആ നന്ദി, അതെ, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയണം കേട്ടോ. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയണം. യേശുവിൻ്റെ നാമത്തോട് ചേർത്ത് യേശുവേ നന്ദി എന്ന് പറയാം. യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഏറ്റുപറയാം. അത് ഏത് അർത്ഥത്തിലും നമുക്ക് ഏത് സന്ദർഭത്തിലും ഏറ്റുപറയാം. അതിനതിൻ്റെതായ ആന്തരിക ശക്തി വെളിപ്പെടും. അതിനാൽ നമുക്ക് അങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്പിരിച്വലി കൂടുതൽ ഫിറ്റാവും. ആലയത്തിന് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനങ്ങൾ ലഭിക്കും. അങ്ങനെ നമ്മൾ ശക്തിപ്പെടും. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.